നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ലോകം ഏറെ കേൾക്കാൻ ആഗ്രഹിച്ച ആ വാർത്ത, ലോകം എന്നതിലുപരി ഗാസയും ഇസ്രായേലും ഏറെ കേൾക്കാൻ ആഗ്രഹിച്ച ആ വാർത്ത കഴിഞ്ഞ ദിവസത്തോടെ സംഭവിച്ചിരിക്കുന്നു. ഗാസയിൽ യുദ്ധം അവസാനിച്ചു. അമേരിക്കയും ഈജിപ്തും സംയുക്തമായി നടത്തിയ ഉച്ചകോടിയിൽ സമാധാന കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇതോടെയാണ് യുദ്ധം അവസാനിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളായിട്ട് വലിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരുന്നത്. ഒരുപാട് ജീവനുകൾ നഷ്ടമായി. ഗാസ ഒരു ശവപ്പുറമ്പായി മുദ്രകുത്തപ്പെട്ട നാളുകൾ. മാത്രമല്ല, ഹമാസ് ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് ഇസ്രായേൽ നൽകിയ തിരിച്ചടി, ഇതെല്ലാം വലിയ രീതിയിലുള്ള ലോകത്തെ വലിയൊരു അസ്വസ്ഥതയിലേക്ക് നയിച്ച ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു അസ്വസ്ഥതകൾക്കും യുദ്ധത്തിനും വിരാമമായിരിക്കുന്നു എന്നത് ഏറ്റവും ആശ്വാസകരം. ഉച്ചകോടിയിൽ നിന്ന് നെതന്യാഹു അവസാന നിമിഷം പിന്മാറി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു, പക്ഷെ പിന്നീട് മാറിയത്. അതിന് പിന്നിലും ഒരു കാരണമുണ്ട്. ഇസ്രായേലിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിച്ചത് ഇസ്രായേൽ പാർലമെന്റായ കനസ്റ്ററിൽ പ്രഖ്യാപിച്ചത്. ഹമാസ് തടവിൽ ജീവനോടെ ഉണ്ടായിരുന്ന മുഴുവൻ ബന്ദികളും തിരികെ എത്തി. 20 പേരെ ഹമാസ് കൈമാറി. ഇസ്രായേൽ മോചിപ്പിച്ച 1700-ലധികം പലസ്തീനി തടവുകാരുടെ കൈമാറ്റവും തുടരുകയാണ്. ഉച്ചകോടിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കാതിരുന്നത് യഹൂദ വിശ്വാസപ്രകാരം അവധി ദിവസമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാതെ മാറി നിന്നത് എന്ന വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും സ്വന്തം മണ്ണിലേക്ക് കൂട്ടത്തോടെ മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാസൻ ജനത. തെരച്ചിലിൽ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന 135 മൃതദേഹങ്ങൾ കൂടി ഇതിനോടകം പുറത്തെടുക്കുന്ന സാഹചര്യമുണ്ടായി. തീർച്ചയായിട്ടും തടവുകളിൽ നിന്നും തിരിച്ച് ഗാസ ജനത നാട്ടിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം മണ്ണിലേക്ക് മടങ്ങുമ്പോൾ, അവിടെ അവർക്ക് തങ്ങാൻ പോലും, അവർ താമസിക്കാൻ പോലും ടെന്റുകളില്ലാത്ത സ്ഥിതിയാണ്. യുദ്ധം തകർത്ത ഗാസ അവർക്ക് ഒരു തോരാ കണ്ണീര് സമ്മാനിക്കുന്ന കാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ അവരുടെ അതിജീവനം അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. വെടിയുണ്ടകൾക്കൊപ്പം ബുൾഡോസറുകൾ കൊണ്ടുകൂടിയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തത്. ബോംബുകളിട്ട് തകർത്ത കെട്ടിടങ്ങൾ ഓരോന്നും ബുൾഡോസറുകളെത്തി നിരപ്പാക്കിയിരുന്നു. ഒടുവിൽ വെടിയൊച്ചകളും ബുൾഡോസറുകളും പിൻവാങ്ങിയിരിക്കുന്നു. ആ ഒരു സമാധാനം, നമ്മൾ ആലങ്കാരികമായി പറഞ്ഞാൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഗാസയിൽ പറക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഗാസൻ ജനത അവരുറങ്ങിയ മണ്ണിലേക്ക് തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന് കാത്തുനിന്നവരെ വെടിവെച്ച ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വിതരണ കേന്ദ്രവും ശൂന്യമായിരിക്കുകയാണ്. 2600-ഓളം പേരാണ് ഭക്ഷണത്തിനായി കാത്തുനിൽക്കവേ കൊല്ലപ്പെട്ടത്. ഇതിൽ 2000-ഓളം മരണം ഈ കേന്ദ്രത്തോട് ചേർന്നാണ് സംഭവിച്ചത്. എന്തായാലും ഗാസയിലെ സമാധാന നീക്കം ചർച്ച ചെയ്യാൻ അമേരിക്കയും ഈജിപ്തും സംയുക്തമായി നടത്തുന്ന ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗാണ് പങ്കെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശനിയാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് അൽസിയും ഉച്ചകോടിക്ക് ക്ഷണം നൽകി. പക്ഷേ പാകിസ്ഥാനും ക്ഷണം നൽകിയ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ട്രംപിനെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ടെലിഫോണിൽ വിളിച്ച് നരേന്ദ്രമോദി ഗാസ സമാധാന നീക്കത്തിൽ ഇന്ത്യയുടെ ഐക്യദാർഢ്യം അറിയിച്ചിരുന്നു. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. 2 വർഷത്തിലേറെ തടവിലായിരുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അവരുടെ കുടുംബങ്ങളുടെ ധൈര്യത്തിനും പ്രസിഡന്റ് ട്രംപിന്റെ അചഞ്ചലമായ സമാധാന ശ്രമങ്ങൾക്കും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശക്തമായ ദൃഢനിശ്ചയത്തിനുമുള്ള ആദര സൂചകമായി അവരുടെ സ്വാതന്ത്ര്യം നിലകൊള്ളട്ടെ. മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ആത്മാർത്ഥമായ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നും മോദി എക്സിൽ കുറിച്ചു. നമുക്കറിയാം, ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ നാൾ മുതൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് തെറ്റുകാർ ശിക്ഷിക്കപ്പെടണം, പക്ഷേ ഒരിക്കലും അതൊരു സാധാരണ പൗരന്മാർക്ക് ദോഷമാകുന്ന രീതിയിൽ യുദ്ധം വേണ്ട, സമാധാനം വേണം വേണ്ടത് എന്നൊരു നിലപാട് തന്നെയാണ് ഇന്ത്യ തുടക്കം മുതൽ സ്വീകരിച്ചത്. 2.5 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധമാണ്. അവിടങ്ങളെല്ലാം ഇന്ത്യ സ്വീകരിച്ചത് അതേ നിലപാടിൽ യാതൊരു മാറ്റവും ഇന്ത്യ വരുത്തിയിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിനുള്ള സമാധാന കരാറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതോടെ ലോകം വലിയൊരു ആശ്വാസ നെടുവീർപ്പിലാണ്. ട്രംപിന്റെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ-സിസിയുടെയും അധ്യക്ഷതയിൽ നടന്ന ഉച്ചകോടിയിലാണ് സമാധാന കരാറിന് ധാരണയായത്. ഇസ്രായേലിന്റെ ഹമാസിന്റെ പ്രതിനിധികൾ കരാറിൽ ഒപ്പുവെച്ചതോടെ 2 വർഷത്തോളം നീണ്ടുനിന്ന ആക്രമണങ്ങൾക്ക് അന്ത്യമായി. യഹൂദ വിശ്വാസപ്രകാരം അവധി ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാതിരുന്നത്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നു. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം.
കരാർ രേഖ വളരെ സമഗ്രമാണെന്ന് പറഞ്ഞ ട്രംപ് ഇത് സാധ്യമാവാൻ 3000 വർഷമെടുത്തെന്ന് വ്യക്തമാക്കി. ഷറം അൽ ഷൈഖിൽ കരാർ രേഖയിൽ എന്താണുള്ളതെന്ന് വിശദീകരിക്കുകയാണ് ട്രംപ് ആദ്യം ചെയ്തത്. നിയമങ്ങളും നിയന്ത്രണങ്ങളും അടങ്ങിയ കരാർ രേഖ അദ്ദേഹം ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു. തുടർന്ന് US, ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങൾ കരാറിൽ ഒപ്പുവെച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗാൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ജോർദാൻ രാജാവ് അബ്ദുള്ള, പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്, ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ്, ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ഉൾപ്പെടെയുള്ളവർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. എന്തായാലും 2 വർഷം നീണ്ട ഗാസയിലെ യുദ്ധത്തിന് വിരാമമായിരിക്കുന്നു എന്നത് ഏറെ ആശ്വാസകരം തന്നെയാണ്. ലോകം ഒന്നടങ്കം കേൾക്കാൻ ആഗ്രഹിച്ച ആ വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഗാസ സമാധാന കരാറിന്റെ 2ാം ഘട്ടം സംബന്ധിച്ച ചർച്ചകളും ഉച്ചകോടിയിൽ നടക്കും. ഹമാസിന്റെ നിരായുധീകരണം, ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റം തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച നടക്കുക. നമുക്കറിയാം എന്നാണ് ഈ ഒരു യുദ്ധം ഉണ്ടായത് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഹമാസിന്റെ ഉന്മൂലന നാശം കാണാതെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല, ബന്ദികളെ പൂർണ്ണമായി വിട്ടുകിട്ടാതെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല. എന്നാൽ ഇസ്രായേൽ അവരുടെ ലക്ഷ്യത്തിൽ അടുത്തു കഴിഞ്ഞു. ലക്ഷ്യം പ്രാപ്തീകരണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ബന്ദികളെയൊക്കെ തിരികെ കിട്ടി. ഇനി ഹമാസിന്റെ നിരായുധീകരണം അത് വലിയൊരു ലക്ഷ്യം ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഹമാസ് ഇനിയും തലപൊക്കിയാൽ അതിനുള്ള പ്രത്യാഘാതം അവർ നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2023 ഒക്ടോബർ 7 ആക്രമണം ഉണ്ടായത്. അന്ന് തുടങ്ങി, അതായത് ഹമാസ് ഇസ്രായേൽ ആൾക്കാരെ ആക്രമിക്കുന്നു, അവരെ ബന്ദികളാക്കുന്നു, കൊണ്ടുപോകുന്നു. പിന്നാലെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. എന്തായാലും 2023 ഒക്ടോബർ 7 തുടങ്ങിയ യുദ്ധം 2025 ഒക്ടോബർ 13 അവസാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.